ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇതാണ്ട് കുറച്ച് തൈരിലോട്ട് 2 തക്കാളിയും കൂടെ ചേർത്തിട്ട് നല്ല അടിപൊളി ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുത്താലോ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു 2 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പഴുത്തതാണ്. അതിനെ നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതിൻ്റെ ആ മേലത്തെ ഭാഗമൊന്നും നമുക്ക് വേണ്ട, അതങ്ങ് കളഞ്ഞിട്ട് ബാക്കിയെല്ലാം അത്യാവശ്യം വലുതായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഇനി ഇത് നല്ലപോലെ പേസ്റ്റായിട്ട് ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഇതാണ്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളൊന്ന് എടുത്തിട്ട് അതിലേക്ക് നല്ല പുളി ഇല്ലാത്ത നോക്കി ഒരു 1.25 കപ്പോളം തൈര് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുളിയില്ലാത്ത തൈര് നോക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് അത്യാവശ്യം കട്ടകളൊക്കെ ഉണ്ടാവും. അത് നല്ല പോലെ ഒരു വിസ്ക് വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ അതാണ്ട് ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ടകളൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഇനി അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഞാൻ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് കടുക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് ചേർത്താൽ മതി കേട്ടോ. ഇനി കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ജീരകമാണ് കേട്ടോ. ഞാനിത് വലിയ ജീരകമാണ് എടുത്തേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ചെറിയ ജീരകം ചേർത്താൽ മതി കേട്ടോ. ഞാൻ ചെറിയ ജീരകം എന്ന് പറഞ്ഞ് എടുത്തതാണ്. പക്ഷെ ചേർത്ത് കഴിഞ്ഞപ്പോഴേ മനസ്സിലായി ഇത് വലിയ ജീരകമാണല്ലോ എന്ന്. അതുകൊണ്ട് നിങ്ങൾ ചെറിയ ജീരകം എടുത്താൽ മതി. ഇനി കുറച്ച് ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഒരു പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ. അപ്പം കറിവേപ്പിലയുടെ അളവൊന്നുമില്ല, ഇഷ്ടമുള്ള അനുസരിച്ച് അങ്ങ് ചേർത്ത് കൊടുത്തോളൂ. ഇനി ഇത് ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ആ ഇഞ്ചിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. അപ്പോൾ ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത്രയും മതി. ഇഞ്ചിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാളേൻ്റെ ഒരു 1/4 ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. അത്യാവശ്യം ഒരു വലിയ സവാളയായിരുന്നു കേട്ടോ. അപ്പം ചെറിയ സവാള ആണെങ്കിൽ പകുതി ഭാഗമൊക്കെ എടുക്കാം. പിന്നെ നിങ്ങൾക്ക് കുഞ്ഞുള്ളി ചേർക്കണമെങ്കിൽ അത് ചേർക്കാം കേട്ടോ. അപ്പോൾ കുഞ്ഞുള്ളി വൃത്തിയാക്കുന്നതിൻ്റെ മടി കൊണ്ടാണ് ഞാൻ സവാള എടുത്തത്. കുഞ്ഞുള്ളി ആണെങ്കിൽ ഒരു 10 എണ്ണമൊക്കെ എടുത്തൊന്ന് അരിഞ്ഞ് ചേർത്താൽ മതി. ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഒരുപാട് നേരമായിട്ട് കളറൊന്നും മാറ്റണ്ട. ഈ സവാളയൊക്കെ ഒന്ന് വെന്ത് വന്നാൽ മതിയേ. അപ്പോൾ അതാണ്ട് സവാളയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന തക്കാളി ഉണ്ടല്ലോ, അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി തക്കാളിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് നല്ല പോലെ മാറി വരണം. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ തക്കാളിയിലൊക്കെ അത്യാവശ്യം നല്ല വെള്ളത്തിൻ്റെ ഒക്കെ ഒരു അംശം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ തക്കാളിയുടെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരണം. അപ്പോൾ തക്കാളിയുടെ പച്ചമണമൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് തിളച്ചൊന്ന് വറ്റി വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂണിൽ താഴെയായിട്ട് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഞാൻ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എരിവുള്ള മുളക് പൊടി ചേർക്കണമെങ്കിൽ അത് വേണമെങ്കിൽ ചേർക്കാം. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെയും ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ചട്ടിയായതിൻ്റെ പേരിൽ തന്നെ ഫ്ലെയിമൊക്കെ നല്ല പോലെ കുറച്ച് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അടിയിലൊക്കെ പിടിക്കും കേട്ടോ. അപ്പോൾ അതാണ്ട് നല്ല പോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെള്ളമാണ്. തക്കാളി അരച്ച മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ചേർക്കാം. അത് ചേർത്തിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ഇങ്ങനെ കുറച്ച് വെള്ളത്തിൽ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ ആ പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരാനൊക്കെ ഉണ്ടെങ്കിൽ നല്ല പോലെ അങ്ങ് വെന്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടും. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതുവരെയും ഇതിലേക്ക് ഉപ്പൊന്നും നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിൽ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സാക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം.
ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ, നല്ല പോലെ ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി വരട്ടെ. ഇപ്പം അതാണ്ട് നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. എണ്ണയൊക്കെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് നിൽപ്പുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് കിട്ടണം നമുക്ക്. ഒരു 2-3 തിള ഇങ്ങനെ ഒന്ന് തിളച്ച് ഒന്ന് ചെറുതായിട്ട് ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വരട്ടെ. അപ്പോൾ ദാണ്ട് നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ചെറുതായിട്ട് ഒന്ന് വറ്റിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റേജൊക്കെ എത്തുമ്പോഴേക്കും നമുക്ക് ഇനി ഇതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫാക്കണം. ഇനി നമുക്ക് പ്രത്യേകിച്ച് ചട്ടി ആയതിൻ്റെ പേരിൽ ഫ്ലെയിം ഓഫാക്കിയാലും കുറച്ച് നേരം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ തിള നല്ലപോലെ ഒന്ന് മാറി വരണം. എന്നിട്ട് ഇതിലേക്ക് ഇനി തൈര് ചേർക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ ഈ ഫ്ലെയിം ഓഫാക്കിയാൽ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൈരെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വേണം ഇതുപോലെ തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ചേർത്തിട്ട് ഇനി നല്ലപോലെ മിക്സ് ആക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പുളിയുള്ള തൈരാണെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടെ ചേർക്കണം കേട്ടോ. അപ്പോൾ ഇത് പുളിയില്ലാത്തത് കൊണ്ട് ഇനി ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. നല്ല ക്രീമി ആയിട്ട് കിട്ടും ഇങ്ങനെയാണെങ്കിൽ. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഈ സമയം ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൈര് ചേർക്കുമ്പോൾ എന്തായാലും കുറച്ച് ഉപ്പിൻ്റെ ആവശ്യം കൂടെ വരും. അപ്പോൾ എന്തായാലും നോക്കിയിട്ട് ചേർത്താൽ മതി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരല്പം ഉപ്പിൻ്റെ കുറവ് എനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരല്പം ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി വീണ്ടും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു തക്കാളി മോരുകറിയാണ് കേട്ടോ. അപ്പോൾ സാധാരണ തക്കാളി മോരുകറിയൊന്നും നമ്മൾ ഈ തക്കാളിയൊക്കെ അരച്ച് ചേർത്ത് ഉണ്ടാക്കാറില്ല. അപ്പോൾ അതുപോലെ അരച്ച് ചേർത്തൊന്ന് ഉണ്ടാക്കി നോക്കും, ഒരു വെറൈറ്റി ടേസ്റ്റിൽ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് അടുപ്പത്തു നിന്ന് അങ്ങോട്ട് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തക്കാളി മോരുകറിയാണ് കേട്ടോ. അപ്പോഴേ ചോറിൻ്റെ കൂടെയൊക്കെ ഇതും സൈഡിലൊരു മീൻ കറിയോ അല്ലെങ്കിൽ ഒരു മീൻ പൊരിച്ചതോ ഒരു തോരനോ ഒക്കെ ഉണ്ടെങ്കിൽ കുശാലായിട്ട് നമുക്ക് ചോറ് കഴിക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു കറിയാണ്. എന്തായാലും ഇങ്ങനെ ട്രൈ ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ആക്കി നോക്കണം. ഇനി നമുക്കിത് ചൂട് ചോറിൻ്റെ കൂടെ അങ്ങോട്ട് ഒഴിച്ച് കഴിച്ചാൽ മതി. അപ്പോൾ ചോറിൻ്റെ കൂടെ ഞാൻ കുറച്ച് മീൻ കറിയും കൂടെ വെക്കുന്നുണ്ട്. അതും കൂടെ വെച്ചിട്ട് അങ്ങോട്ട് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഇനിയും ഒരുപാട് റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.